പശ്ചിമേഷ്യൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ പോലും ഇറാനെതിരെയുള്ള സൈനിക നീക്കം അവസാനിപ്പിക്കാൻ ട്രംപ് സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം ആരംഭിച്ച് 30-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വൈറ്റ് ഹൌസ് നിശ്ചയിച്ചിരുന്ന 4 മുതൽ 6 ആഴ്ച വരെയുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ സൈനിക നടപടികൾ അവസാനിപ്പിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ മൈനുകളും മിസൈലുകളും ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. ഇത് ബലം പ്രയോഗിച്ച് തുറക്കാൻ ശ്രമിക്കുന്നത് യുദ്ധം നീണ്ടുപോകാൻ കാരണമാകുമെന്ന് US ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. അതിനാൽ ഹോർമുസ് തുറക്കുക എന്നതിനേക്കാൾ ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തിന് ട്രംപ് ഇപ്പോൾ മുൻഗണന നൽകുന്നുണ്ട്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ്. കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. യുദ്ധത്തിൽ തങ്ങളെ നേരിടാൻ വരുന്നവർക്കെതിരെ ഇറാൻ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ തന്ത്രമാണ് ഈ പാത തടയുക എന്നത്. ഹോർമുസ് തുറക്കാതെ പിന്മാറില്ലെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യ നിലപാട്. എന്നാൽ ഇപ്പോൾ അത് മാറ്റുന്നത് പ്രായോഗിക രാഷ്ട്രീയം കൊണ്ടാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഹോർമുസ് വിട്ടതിന് പിന്നാലെ ഇറാന്റെ നാവിക മിസൈൽ ശേഷികളെ ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് പുതിയ പ്ലാൻ. ഇറാന്റെ ദീർഘദൂര മിസൈലുകളെയും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരും. സൈനിക നീക്കം അവസാനിപ്പിച്ച ശേഷം സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിലൂടെയും ഇറാനെ ഹോർമുസ് തുറക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ പുതിയ ലക്ഷ്യം. ഹോർമുസ് തുറക്കാനുള്ള ചുമതല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും മേൽ കെട്ടിവെക്കാനും അമേരിക്ക നീക്കം നടത്തുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തങ്ങൾ ലക്ഷ്യത്തിന്റെ പകുതിയിലധികം കൈവരിച്ചു കഴിഞ്ഞുവെന്നാണ്. എന്നാൽ യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായ ഒരു സമയപരിധി നൽകിയിട്ടില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിന് സമീപം ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ദുബായ് പോർട്ടിൽ വെച്ച് കുവൈറ്റിന്റെ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണം മേഖലയിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നു. അമേരിക്ക സൈനിക നീക്കം അവസാനിപ്പിച്ചാലും ഹോർമുസ് അടഞ്ഞുകിടന്നാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ധനവില ക്രമാതീതമായി വർദ്ധിക്കാൻ ഇത് കാരണമാകും. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ കൂടുതൽ വേഗത്തിൽ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. പാതി വഴിയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് മേഖലയിലെ സഖ്യകക്ഷികൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ബാധിച്ചേക്കാം. ട്രംപിന്റെ ഈ തന്ത്രമാറ്റം പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമോ അതോ ഇറാൻ കൂടുതൽ കരുത്താർജിക്കാൻ കാരണമാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഏപ്രിൽ 6 ഒരു വെടിനിർത്തൽ കരാറിലെത്താനാണ് അമേരിക്കയുടെ ശ്രമം. എണ്ണപ്പാതകൾ തുറക്കുന്നതിനേക്കാൾ യുദ്ധത്തിൽ നിന്ന് മാന്യമായ രീതിയിൽ പിന്മാറുന്നതിനാണ് ഇപ്പോൾ വാഷിംഗ്ടൺ മുൻഗണന നൽകുന്നത്. ട്രംപിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി പറയപ്പെടുന്നുണ്ട്. കാരണം മുമ്പെങ്ങുമില്ലാത്ത വിധം ഏത് ഭീഷണിയെയും നേരിടാൻ സർവസജ്ജരായി ഇറാൻ സൈന്യം നിലകൊള്ളുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ കൂട്ടത്തോടെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ പിന്നെ പ്രസിഡന്റ് പദവിയിൽ തുടരാൻ ട്രംപിന് പറ്റില്ല. അമേരിക്കയുടെ അഭിമാനവും അന്തസ്സും കരുത്തും ലോകത്തിന് മുന്നിൽ കളഞ്ഞ പ്രസിഡന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അമേരിക്കൻ ജനതയ്ക്കും ആ നാട്ടിലെ സുരക്ഷാ സേനയ്ക്കും തീരുമാനിക്കേണ്ടി വരും. ഗാർക്ക് ദ്വീപിനെ തകർക്കാൻ ശ്രമിച്ച ചരിത്രത്തിലെ ഒരേയൊരു പേര് ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈന്റേതാണ്. 1980 തുടങ്ങിയ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ടാങ്കർ യുദ്ധം എന്നറിയപ്പെട്ട വിനാശകരമായ ഘട്ടം അരങ്ങേറിയത് ഗാർക്കിനെ കേന്ദ്രീകരിച്ചായിരുന്നു. അതും അമേരിക്കയുടെ പിന്തുണയോടെ. ഇറാന്റെ വരുമാനം ഇല്ലാതാക്കാൻ സദ്ദാം തന്റെ വ്യോമസേനയെ ഗാർക്ക് ദ്വീപിന് നേരെ തിരിച്ചു. തുടർന്ന് 100 കണക്കിന് തവണയാണ് ഇറാഖി വിമാനങ്ങൾ ഈ ദ്വീപിൽ ബോംബിട്ടത്. മാത്രമല്ല എണ്ണക്കപ്പലുകളെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ തൊടുത്തുവിടുകയുണ്ടായി. എന്നാൽ ഇറാന്റെ പ്രതിരോധത്തിന് മുൻപിൽ ഈ ആക്രമണമൊന്നും ഏറ്റില്ല എന്നതാണ് ചരിത്രം. അമേരിക്കൻ നാവികസേനയുടെ ഇടപെടലുകൾ കൂടി തകർത്ത ഈ പ്രതിരോധത്തിന്റെ പുതിയ രൂപത്തെയാണ് അമേരിക്ക ഇനി നേരിടേണ്ടി വരിക. ഇറാന്റെ എണ്ണ പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു ഭീഷണിയല്ല. തന്റെ ആദ്യ ഭരണകാലത്ത് പോലും മാക്സിമം പ്രഷർ നയത്തിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കം. ഗാർക്ക് ദ്വീപിനെ സൈനികമായി നേരിടുക എന്നത് അമേരിക്കൻ സേനയെ സംബന്ധിച്ച് വലിയ സാഹസമാണ്. ഇറാന്റെ ഏറ്റവും ആധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ദ്വീപിന് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്.
ഗാർക്ക് ആക്രമിക്കപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെടും. ഇപ്പോഴുള്ള നിയന്ത്രിത തോതിലുള്ള തുറക്കലും ഇതോടെ ഇല്ലാതാകും. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗം കടന്നുപോകുന്ന പാതയാണിത്. ഇത് സംഭവിച്ചാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകം കൂപ്പുകുത്തും. മാത്രമല്ല, ഗാർക്കിനെ അമേരിക്ക ആക്രമിച്ചാൽ ചെങ്കടൽ ഹൂതികളും അടയ്ക്കും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യും. ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തി സൈന്യം ഇറങ്ങാൻ സാധ്യതയുള്ള ബീച്ചുകളിലും മറ്റും കനത്ത കെണികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ ഇറാൻ മെയിൻലാൻഡിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗാർക്കിന് ആവശ്യമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, ആർട്ടിലറി പിന്തുണ എന്നിവ നിമിഷങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കാൻ ഇറാന് മിന്നൽ വേഗത്തിൽ സാധിക്കും.